ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും പ്രിൻസ് ഡ്രൈവിംഗ് സ്കൂളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉദയംകുളങ്ങരത്തെ പ്രിൻസ് ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഗ്രൗണ്ടിലാണ്. നമ്മുടെ ഈ ഒരു ഗ്രൗണ്ട് കണ്ടല്ലോ. ഓക്കെ, നമ്മുടെ 8ൻ്റെ വീഡിയോ ആണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്ത 8ൻ്റെ വീഡിയോസ് എന്ന് പറയുന്നത് മിക്കതും നമ്മൾ കമ്പി ഊന്നിയ ആ ഒരു ട്രാക്കിൽ എടുക്കുന്ന 8ആണ്. ഓക്കെ, പക്ഷേ നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത് കമ്പിയൊന്നുമില്ല. നമ്മുടെ കണ്ടല്ലോ ഇവിടെ ഔട്ട്ലൈൻ മാത്രമേ നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ട്രാക്കിനകത്ത് എങ്ങനെ 8 എടുക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, നമ്മുടെ എൻട്രൻസ് വരുന്നത് ദാ ഇവിടെ നിന്നാണ്. ഓക്കെ, ഇവിടെ നിന്നാണ് എൻട്രൻസ്. ഇവിടെ നിന്ന് നേരെ നമ്മൾ കയറി വലത്തേക്കാണ് പോകുന്നത്. നമ്മളിവിടെ പിന്നെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ട്രാക്കിൽ നോക്കിയാൽ തന്നെ കുറച്ച് ആരോസ് നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ഇവിടെ ഒരു ആരോ കിടപ്പുണ്ട്. അതേപോലെ ഓരോ ആരോകൾ മാറി മാറി ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ട്രാക്ക് ഞാൻ ആദ്യം ഒന്ന് നടന്ന് കാണിച്ചു തരാം, നിങ്ങൾ നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ നേരെ ഈ ഒരു ആരോയിൽ വന്നു. അതിനുശേഷം അടുത്ത ആരോ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇവിടെ വന്നു. ഇവിടെ അവിടെ നോക്കുമ്പോൾ അടുത്ത് അവിടെ ഒരു ആരോ കാണാം. അടുത്ത് നേരെ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് കേട്ടോ. ഓക്കെ, ഇവിടുത്തെ ആരോ എത്തി. അടുത്ത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആ ഒരു ഭാഗത്തായിട്ട് വീണ്ടും ഒരു ആരോ കാണാം. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഓക്കെ, ഈ ഒരു ആരോ. ഓക്കെ, ഇവിടെ ഒരു ആരോ ഉണ്ട്. അവിടെ നിന്ന് വീണ്ടും അവിടെ ഒരു ആരോ കിടപ്പുണ്ട്. ഓക്കെ, ഇവിടെ നിന്ന് അടുത്ത് വീണ്ടും വലത്തോട്ടാണ് പോകാനുള്ളത്. ഓക്കെ, നമ്മൾ ഇതുവഴിയാണ് കയറിയത്. നമ്മൾ പോകുന്നത് ഇവിടെ കൂടെയാണ് കേട്ടോ. അവിടെ ഒരു ആരോ കാണാം. ഓക്കെ, ഇവിടെ ഒരു ആരോ കിടപ്പുണ്ട്. അത് കഴിഞ്ഞതാ അടുത്ത ആരോ ഇവിടെ കിടപ്പുണ്ട്. അതിനുശേഷം ഔട്ട് പുറത്തേക്ക് ഇറങ്ങുക. ഓക്കെ, ഈ ഒരു ആരോ ടെസ്റ്റിൻ്റെ ഗ്രൗണ്ടിൽ പോകുമ്പോൾ കാണാൻ പറ്റില്ല. ഇത് കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഞങ്ങൾ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്കത് ബൈക്കിലൊന്ന് എടുത്തു നോക്കാം. പിന്നെ മാക്സിമം ഈ ഒരു ട്രാക്കിൻ്റെ സെൻറ്ററിനും ഇപ്പുറത്തോട്ട്, ഓക്കെ, അതായത് ഈ ഒരു ഔട്ട്ലൈനും സെൻറ്ററും ഇല്ലേ, അത് കീപ്പ് ചെയ്ത് വേണം പോകാൻ കേട്ടോ. ഇങ്ങോട്ട് ഉള്ളിലോട്ട് കയറാനായിട്ട് നിൽക്കരുത്. ഒന്നേ ഈ ഒരു സെൻറ്റർ പിടിക്കുക, അല്ലെങ്കിൽ കുറച്ചുകൂടെ അങ്ങോട്ട് നീങ്ങിയാലും കുഴപ്പമില്ല. ഓക്കെ, ഇവിടെയാണെങ്കിൽ ഈ ഒരു ആരോ കണക്കെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ നിങ്ങളിപ്പോൾ ടെസ്റ്റ് ഗ്രൗണ്ടിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രൗണ്ടിൽ ഇപ്പോൾ ആരും ഇല്ലാത്ത ഗ്രൗണ്ടൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ആരോ കാണൂലല്ലോ. ഓക്കെ, അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് പറഞ്ഞത് സെൻറ്ററിന് ഇപ്പുറം. ഓക്കെ, കുറച്ച് അങ്ങോട്ട് മാറി വേണം പ്രാക്ടീസ് ചെയ്യാൻ. അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു അടയാളം വെച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ആരോ നമ്മൾ ഇവിടുന്ന് കയറുമ്പോഴേ ഓരോ ആരോ മാറി മാറി നോക്കിയാൽ മതി. നമുക്ക് ഇവിടെ ആണെങ്കിൽ നല്ല രീതിയിൽ എടുക്കാനായിട്ട് പറ്റും കേട്ടോ. നമ്മൾ പറഞ്ഞില്ലേ മുമ്പ് നമ്മുടെ പഴയ വീഡിയോസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നമ്മുടെ ഈ ഒരു 8 എടുക്കുമ്പോൾ നമ്മുടെ നോട്ടത്തിന് വളരെ പ്രാധാന്യമുണ്ട്. കൃത്യമായിട്ട് നമുക്ക് എങ്ങോട്ടാണോ പോകേണ്ടത് അങ്ങോട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ബൈക്കിൽ കയറിയിട്ട് ബാക്കി പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ബൈക്കിൽ പ്രാക്ടീസിന് കയറുമ്പോൾ കൃത്യമായിട്ട് ഓർമ്മിക്കുക, ഹെൽമെറ്റ് കൃത്യമായിട്ട് ധരിക്കുക. വെറുതെ ഒരു അപകടം വിളിച്ചു വരുത്തി വെക്കരുത്. ഓക്കെ, ടെസ്റ്റിൻ്റെ ഡാറ്റ ഒക്കെ എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യും. അവസാനം എവിടെയും ചെന്ന് വീഴും, നല്ല പരിക്കുമല്ലോ കിട്ടും. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് ഹെൽമെറ്റ് എടുത്ത് വയ്ക്കുക. വെറുതെ എടുത്ത് വെച്ചാൽ പോരാ, ചിൻ സ്ട്രാപ്പ് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ധരിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ കയറാനായിട്ട് പോവുകയാണ്. ഞാൻ ഇവിടുത്തെ ട്രാക്കിൽ അധികം എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനും ഒരു തുടക്കക്കാരൻ തന്നെയാണ് ഈ ഒരു ട്രാക്കിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഗിയർ ഇട്ടു. അറിയാലോ, ഫസ്റ്റ് ഗിയർ മാത്രം മതി നമുക്ക്. ഈ ഒരു 8 എടുക്കുന്ന ടൈമിൽ രണ്ടാമത്തെ ഗിയറോ മൂന്നാമത്തെ ഗിയറോ ഒന്നും ആവശ്യമില്ല. ഫസ്റ്റ് ഗിയറിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മൊത്തം എടുക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നോക്കിയോ, ഇവിടെ നിന്നാണ് നമ്മുടെ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് നേരെ പോകേണ്ടത് വലത്തേക്കാണ്. ഓക്കെ, വലത്തേക്ക് പോവാം. ഓക്കെ, കണ്ടോ, ഈ ഒരു ആരോ ടച്ച് ചെയ്ത് വേണം നമ്മൾ ഇവിടെ പോകുന്നത്. അതായത് ഈ ഒരു ഔട്ട്ലൈനിൽ നിന്ന് എനിക്ക് തോന്നുന്നൊരു 2 അടി 2.5 അടി ഓക്കെ, ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഓക്കെ, 2 അല്ലെങ്കിൽ 2.5 അടി ആ ഒരു ഗ്യാപ്പിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പോകുന്നത്. ഈ ഒരു ഔട്ട്ലൈനിൽ നിന്നും ഔട്ട്ലൈന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫെയിലാണ്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഈ ആരയിൽ നിന്ന് ഞാൻ അവിടുത്തെ ആരയിൽ നോക്കുകയാണ്. ഓക്കെ, നേരെ ഞാൻ അവിടെ പോയി. ഓക്കെ, എൻ്റെ ഫ്രണ്ട് ടയർ കണ്ടോ, അടുത്ത ആരയിൽ കയറി. ഇനി അടുത്ത് നമുക്ക് അവിടെയാണ് പോകാനുള്ളത്. ഓക്കെ, അവിടെ പോകുമ്പോൾ ഈ ഒരു ഇപ്പുറത്തെ സൈഡും അപ്പുറത്തെ സൈഡും രണ്ടിടത്ത് ഔട്ട്ലൈൻ ഉണ്ട്. അതിൻ്റെ സെൻറ്ററാണ്. ഓക്കെ, അതിൻ്റെ നടുവിലൂടെയാണ് കയറി ആ ഒരു അറ്റത്ത് നമുക്ക് പോകാനുള്ളത്. ഓക്കെ, നോക്കിയോ. ഓക്കെ, അപ്പോൾ ആ ഒരു ഫ്രണ്ട് ടയർ നമ്മൾ അടുത്ത ആരയിൽ എത്തിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് നേരെ എന്ത് ചെയ്യുക, വളച്ച് അടുത്ത ആരോയിലേക്ക് ഞാൻ പോവുകയാണ് കേട്ടോ. ഓക്കെ, അവിടെയും ഫ്രണ്ട് ടയർ എത്തിച്ചു. അതിനുശേഷം അടുത്ത ആരോ. ഓക്കെ, അവിടെ വന്നു. വീണ്ടും നമ്മൾ ഈ ഒരു സെൻറ്റർ പോയിന്റിലാണ് എത്തുന്നത്. ഇവിടെ പോകുമ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, ആ ഒരു 2 വെള്ള ലൈൻ്റെയും സെൻറ്ററിലൂടെയാണ് നമ്മൾ പോകാനുള്ളത് കേട്ടോ. ഓക്കെ, സെൻറ്ററിലൂടെ പോയി അടുത്ത നമ്മുടെ ആ ഒരു ബ്ലാക്ക് ആരോ. ഓക്കെ, നമ്മൾ അതിൻ്റെ അടുത്തെത്തി. വീണ്ടും അടുത്ത ആരോ. ഇവിടെ നിന്ന് നേരെ എന്ത് ചെയ്യുക, പുറത്തിറങ്ങുക. ഓക്കെ, പുറത്തിറങ്ങിയാലേ നമ്മൾ പാസ്സാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ കാലൂന്നിയാണ് പറഞ്ഞത്. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ആ ഒരു ടെസ്റ്റ് ഗ്രൗണ്ടിൽ ഈ ഒരു ആരും ഒന്നും കാണില്ല. പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ഇട്ട് ചെയ്യാം കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ പറഞ്ഞ ഔട്ട്ലൈനിൽ നിന്ന് 2 അടിയോ 2.5 അടിയോ മാറി എന്ത് ചെയ്യുക, ചെറിയൊരു അടയാളം വെച്ചതിന് ശേഷം പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് എടുത്തു നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വലത്തേക്ക് പോയി. ഫസ്റ്റ് ആരോ, സെക്കൻഡ് ആരോ. ഇവിടെ നിന്ന് നടുക്കൂടെ കയറി അടുത്ത ആരോയിലെത്തി. അടുത്ത ആരോയിൽ നോക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്ത ആരോ ഇവിടെ എത്തി. അതിനുശേഷം ഇവിടെ നടുക്കൂടെ വീണ്ടും. അത് കഴിഞ്ഞതാ അടുത്ത ആരോ. അത് കഴിഞ്ഞ് അടുത്ത ആരോ. ശേഷം എന്ത് ചെയ്യുക, പുറത്തേക്ക് നോക്കുക, പുറത്തേക്ക് ഇറങ്ങുക. കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ ലൈനിൽ കയറി കഴിഞ്ഞാൽ ഫെയിലാണ് കേട്ടോ. ആ ഒരു
ഒരു വൈറ്റ് ആ ബോർഡർ കണ്ടില്ല, അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫെയിലാണ്. അത് അകത്തുള്ളതായാലും ശരി തന്നെ പുറത്തുള്ളതായാലും ശരി തന്നെ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇട്ട് പ്രാക്ടീസ് ചെയ്യാൻ. പിന്നെ സ്പീഡ്, വാഹനത്തിൻ്റെ സ്പീഡ് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അറിയാതെ പോലും ഗിയർ സെക്കൻഡിലോ തേർഡിലോ ഒന്നും ആവരുത്, വണ്ടി പെട്ടെന്ന് ഓഫായി പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ഗിയർ തന്നെ എപ്പോഴും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് കീപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ബ്രേക്ക്, മെയിനായിട്ട് ബ്രേക്ക് ഉപയോഗിക്കേണ്ട കാര്യമില്ല. അഥവാ നിങ്ങൾക്ക് സ്പീഡ് കൂടി പോവുകയാണ് എന്ന് തോന്നി നിങ്ങൾ ബ്രേക്ക് ചവിട്ടിയാൽ പോലും കുത്തിയൊന്നും ചവിട്ടി പിടിച്ച് നിർത്തരുത്. വാഹനം നിന്ന് കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, കാലൊന്നും. ഓക്കെ, അപ്പോൾ ബ്രേക്കൊന്നും നമുക്ക് ആവശ്യമില്ല. കൃത്യമായിട്ട് നിർത്തുന്ന സമയത്ത് മാത്രം എന്ത് ചെയ്യും, ബ്രേക്ക് മതി. അതുവരെ നമ്മൾ സ്പീഡ് എന്ത് ചെയ്യുക, നമ്മൾ കൃത്യമായി ആക്സിലേറ്ററിൽ തന്നെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. ഓക്കെ, ഫസ്റ്റ് ഗിയർ മാത്രം. ഓക്കെ, പിന്നെ നമുക്ക് ഇന്ന് ഈ ഒരു ഗ്രൗണ്ടിൽ ഉള്ള സൗകര്യമൊക്കെ ഏർപ്പെടുത്തി തന്ന നമ്മുടെ ബെൻസൻ ചേട്ടനാണ് കേട്ടോ. അതോ ഇവിടെ പറക്കാൻ നിൽപ്പുണ്ട് പുള്ളി. ഓക്കെ, നമ്മുടെ ഇവിടുത്തെ ഉദയംകുളങ്ങര പ്രിൻസി ഡ്രൈവിംഗ് സ്കൂളിലെ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറാണ്, കുട്ടികളൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകനാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം. നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.